ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക പച്ചടിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച 1 കപ്പ് പാവയ്ക്ക, 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാന്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇതിപ്പോ അത്യാവശ്യത്തിന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ ചൂടായ മൺചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുക് അത്യാവശ്യം പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ചെയ്യാന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പാണ് ചേർക്കാൻ പോകുന്നത്. 1 മുറി തേങ്ങ, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത അരപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കാൻ ശ്രദ്ധിക്കണം. അത്യാവശ്യം തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല. അത് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് കോരിയ മൊത്തം പാവയ്ക്കയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി. ഇത് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.